വേൾഡ് കപ്പ് ഫൈനൽ വരുവാണ്. അപ്പോൾ പലയിടങ്ങളിൽ നിന്ന് മറുപടി ഇങ്ങനെ വരുന്നോണ്ടിരിക്കുകയാണ്. എന്നെയും കുറെ കുട്ടികൾ വിളിക്കുന്നുണ്ട്. ഞങ്ങളത് തീരുമാനം എടുത്തില്ല. നമ്മളിങ്ങനെ അധ്യയന ദിവസങ്ങളെ കുറയുമ്പോൾ അതൊരു പ്രയാസമാണ്. പിന്നെ അതിന് പകരം ഡേ കോമ്പൻസേറ്റ് ചെയ്യേണ്ടിയൊക്കെ വരും. 3 മണി വരെ കളി തീരെയാണ്. രാവിലെ കുട്ടികൾ വന്നാലും ക്ലാസ്സിൽ ഉറങ്ങി തൂങ്ങുന്ന സാഹചര്യം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പല സ്വകാര്യ സ്കൂളുകളും അവധി കൊടുത്തിട്ടുമുണ്ട്. ഇവിടെയൊക്കെ ഞങ്ങൾ ഏതായാലും ഇല്ല, അത് ഇപ്പൊ ആ കാര്യത്തിലൊരു തീരുമാനം പറയാൻ കഴിയില്ല. അല്ല, ഈ പല വിധത്തിലുള്ള ആവശ്യങ്ങൾ ഇതേപോലെ ഞാൻ വരുമ്പോ നിരന്തരം ഫോൺ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കുട്ടികളാണ്. അങ്ങനെയില്ല, നമ്മൾ പരമ്പരാഗതമായി ഒരു ബ്രസീലിനെ ഫോളോ ചെയ്യുന്ന ആളാണ്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ വേൾഡ് കപ്പിലും ഈ വേൾഡ് കപ്പിലും വളരെ മോശം പ്രകടനമായി എന്നേ ഉള്ളൂ. പ്രധാന സംഗതി അതാണ്. സുപ്രഭാതത്തിലൊക്കെ ശക്തമായ വിമർശനമാണ് ഉള്ളത്. അതായത് AG കോടതിയിൽ ഇങ്ങനൊരു നടപടി സ്വീകരിച്ച് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയിൽ മുസ്ലിം ലീഗും സമസ്തയും എല്ലാം കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കേസ് കഴിയുന്നത് വരെയെങ്കിലും കാത്തിരിക്കണമെന്ന് കോടതിയെ അറിയിച്ചുകൂടായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അല്ല, അതില് വസ്തുതകൾ അറിയാതെയാണ് ഈ കാര്യത്തിൽ അത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നത്. കോടതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസുണ്ടായി. LDF സർക്കാർ നിയമിച്ച അവർ നാമനിർദ്ദേശം ചെയ്ത വഖഫ് ബോർഡാണ്. ആ വഖഫ് ബോർഡ് സംബന്ധിച്ച് വിവിധ തരത്തിലുള്ള പോരായ്മകൾ, ഇറഗുലാരിറ്റീസ്, അതായത് നിങ്ങൾക്കറിയാം വഖഫ് ബോർഡിലേക്ക് ഓരോ മേഖലയിൽ നിന്നാണ് ആളുകൾ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഇസ്ലാമിക് സ്കോളർ, മുത്തവല്ലി, ഇങ്ങനെ ഗവൺമെന്റിന്റെ ജോയിന്റ് സെക്രട്ടറി, ഇങ്ങനെ വ്യത്യസ്ത കോട്ടകളിൽ നിന്നാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്. ആ കോട്ടകളൊക്കെ തെറ്റിച്ചാണ് കഴിഞ്ഞ ഗവൺമെന്റ് നാമനിർദ്ദേശം ചെയ്തത്. അപ്പൊ അതിൽ അങ്ങനെയുള്ള പോരായ്മകൾ ആ നാമനിർദ്ദേശത്തിനുണ്ട്. അപ്പൊ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അതിൽ ഈ പറഞ്ഞ പോലെ നോൺ മുസ്ലിം പ്രാതിനിധ്യം പുതിയ വഖഫ് ഭേദഗതി ബില്ലിന്റെ അടിസ്ഥാനത്തിൽ അത് വെച്ചില്ല എന്നൊക്കെ പറഞ്ഞ് 4 ഹർജികളാണ് വന്നത്. ആ കേസും വഖഫ് ബോർഡിനെതിരെ 4 കേസുകൾ വന്നു. വ്യത്യസ്ത കാര്യങ്ങൾ. ഒന്ന് ഈ പറഞ്ഞ പോലെ ഷോൺ ജോർജിന്റെ കേസ്, മറ്റൊന്ന് ഷിയ കമ്മ്യൂണിറ്റി അവർക്ക് പ്രാതിനിധ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞു, വേറെ ഒന്ന് ബോറ കമ്മ്യൂണിറ്റി അവർക്ക് പ്രാതിനിധ്യം കിട്ടിയില്ല, പിന്നെ മറ്റൊരു പൊതുതാൽപര്യ ഹർജി. ഗവൺമെന്റ് ഇതിൽ എവിടെയും കക്ഷി ചേർന്നിട്ടില്ല. അങ്ങനെ ഒരു കേസ് വന്നു. ആ കേസിന്റെ ഭാഗമായി AG എന്താ പറഞ്ഞത്, ഈ 4 പെറ്റീഷനും ഡിസ്മിസ് ചെയ്യണം. അതവിടെ റെക്കോർഡ്സിൽ നോക്കൂ. 4 പെറ്റീഷനും ഡിസ്മിസ് ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ ഇതിന് അനുകൂലമാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ഇപ്പോ പറയുന്നത് പോലെ ഒത്തുകളിക്കുകയാണെങ്കിൽ അപ്പോ ഒത്തുകളിക്കുകയാണെങ്കിൽ അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. വളരെ വസ്തുതാപരമായി സത്യസന്ധമായി പറഞ്ഞാൽ ഇതിൽ അങ്ങനെ ഒരു പ്രശ്നമേയില്ല. അപ്പോ ഈ വഖഫ് ബോർഡിനെതിരെ ഇങ്ങനെ ഇത് വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഈ 4 പെറ്റീഷനും ഡിസ്മിസ് ചെയ്യണം. വഖഫ് ബോർഡ് റെഗുലറാക്കാൻ വേണ്ട കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്തോളാം. കോടതിയിൽ ഇരിക്കുന്ന കാര്യമാണ്. കോടതി പറഞ്ഞാൽ ഗവൺമെന്റ് അത് റെഗുലറൈസ് ചെയ്തോളാം. അതിന് അല്ലെങ്കിലും ഗവൺമെന്റിന് അധികാരമുണ്ട്. ഈ തെറ്റായ നാമനിർദ്ദേശങ്ങളെല്ലാം ഗവൺമെന്റ് വന്നാൽ വിത്ത് ദ പ്ലഷർ ഓഫ് ഗവൺമെന്റ്, ഇപ്പോഴത്തെ പുതിയ ആക്ട് പ്രകാരം അങ്ങനെയാണ്, ഗവൺമെന്റിന് അതിലെ തെറ്റായ നാമനിർദ്ദേശങ്ങളും അതേപോലെ തന്നെ വേക്കൻസി വരുന്നത്, ഇപ്പൊ MLA പ്രതിനിധി, വഖഫ് ബോർഡിൽ ഇടതുപക്ഷം വെച്ച MLA പ്രതിനിധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിന്നെ പരാജയപ്പെട്ടു, ജയിച്ചിട്ടില്ല. അപ്പൊ അവിടെ ആ വേക്കൻസി അത് ഒഴിവാണ്. അതൊക്കെ നിലവിലുള്ള ഗവൺമെന്റിന് നികത്താം. ഞങ്ങൾ ആ ഒരു പ്ലാനുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ കേസ് വന്നത്. അല്ല പറയട്ടെ, അപ്പൊ കേസ് വന്നപ്പോ കേസിന്റെ തീരുമാനം വന്നോട്ടെ. കോടതിയിൽ ഇരിക്കുന്ന ഒരു കാര്യം ഞങ്ങൾ കയറി പെട്ടെന്ന് ഒരു പുതിയൊരു പുനഃസംഘടന വേണ്ട എന്നേ വെച്ചുള്ളൂ. അല്ലാതെ ഇതിൽ ഒരു ഒത്തുകളിയുടെയും പ്രശ്നമില്ല. പിന്നെ ഇടതുപക്ഷം വെച്ച ബോർഡിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ ഓരോന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്?
അത് ഗവൺമെന്റിന് ഉചിതമായ നിയമാനുസൃതമുള്ള കാര്യങ്ങൾ അതിൽ ചെയ്യുക തന്നെ ചെയ്യും. പിന്നെ ഇതിലുള്ള ഈ നോൺ മുസ്ലിം ഇഷ്യൂ, അത് തമിഴ്നാട്ടിലും ഇതേ പ്രശ്നമുണ്ടായി, ബാക്കി എല്ലായിടത്തും കുറെ സ്ഥലത്തൊക്കെ വെച്ചു. അത് വഖഫ് ഭേദഗതി നിയമത്തിൽ അതടക്കം വേറെ ചില വ്യവസ്ഥകളൊക്കെ നമ്മൾ എതിർത്തു. അത് വന്നു. ഇപ്പൊ അതിനെതിരായ കേസ്, നിയമം നാട്ടിൽ പ്രാബല്യത്തിൽ വന്നു, അതിനെതിരായ കേസ് സുപ്രീം കോടതിയിലുണ്ട്. തമിഴ്നാടിന്റെ ഇഷ്യൂവും എനിക്ക് തോന്നുന്നു ഈ അടുത്ത ആഴ്ച തന്നെ അതിൽ സുപ്രീം കോടതി ആ കേസ് കേൾക്കാനിരിക്കുക. തമിഴ്നാട്ടിൽ ഈ നോൺ മുസ്ലിം പ്രാതിനിധ്യം ഇല്ലാതെ വഖഫ് ബോർഡ് കൊണ്ടുവന്നു. ഹൈക്കോടതി ആ വഖഫ് ബോർഡിനെ ദുർബലപ്പെടുത്തി, അതിനെ മരവിപ്പിച്ചു. അതിനെതിരെ കേസ് കൊടുത്തത് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഇരിക്കുകയാണ്. സുപ്രീം കോടതി അതിലെന്താ പറഞ്ഞിട്ടുള്ളത്? അടുത്ത പോസ്റ്റിംഗിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് 2 നോൺ മുസ്ലിം പേര് തരാനാണ്. അപ്പൊ അതിലേക്ക് തന്നെയാണ് ഈ കേസ് കൊണ്ടുപോയി വെക്കാൻ ഇപ്പൊ ഇവരും സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കേരള ഹൈക്കോടതിയുടെ തീരുമാനത്തിനെതിരായി അപ്പീൽ പോകുന്ന വഖഫ് ബോർഡിന്റെ പ്രതിനിധികൾ പറഞ്ഞിട്ടുള്ളത് എന്താ? സുപ്രീം കോടതിയിൽ ഏതാനും ഒരു കേസുണ്ട്, അതിന്റെ കൂടെ തന്നെ വെക്കണം. സുപ്രീം കോടതിയിലെ കേസ് എന്താ? സുപ്രീം കോടതിയിൽ ഈ തമിഴ്നാട് ഇഷ്യൂല് അപ്പീൽ പോയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് 2 പേര് തരാനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അപ്പൊ അതുകൊണ്ട് ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാടുകളിൽ ഒരു മാറ്റവുമില്ല. പിന്നെ ഇവിടെ ഇപ്പോ ഇടതുപക്ഷം ചിന്തിക്കുന്നത് പോലെ ആ കാര്യത്തിൽ ഞങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഈ വഖഫ് ബോർഡ് യഥാവിധി പുനഃസംഘടിപ്പിക്കാനുള്ള എല്ലാ അവകാശവും സർക്കാരിനുണ്ട്. അത് ആ രീതിയിൽ ന്യായമായി നിയമ വ്യവസ്ഥയ്ക്ക് വിധേയമായി അത് ചെയ്യും. ഇപ്പൊ ഞങ്ങളത് പറയാത്തത് കോടതിയിൽ ഇരിക്കുന്ന കേസാണ്. കോടതി പറയട്ടെ. പുനഃസംഘടിപ്പിക്കാനുള്ള അവകാശം ബിജെപി നേതാവിന്റെ ഹർജിയിൽ ഇത്ര നിലപാടെടുക്കുമ്പോൾ അത് ബിജെപി നേതാവ് കോടതി ജയിച്ചു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കാൻ ഇടയാക്കും. ബിജെപി നേതാവ് കൊണ്ടുവന്ന കേസിൽ ഞങ്ങളത് ഡിസ്മിസ് ചെയ്യാനാണ് പറഞ്ഞത്. അതിന്റെ ആവശ്യത്തോട് ഞങ്ങൾ പ്രതികരിച്ചിട്ടില്ല. കാരണം സുപ്രീം കോടതിയിൽ കേസുണ്ട്. സുപ്രീം കോടതി അതിനെ അതിന് ഞങ്ങൾ അനുകൂലിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ ആ കേസിൽ സത്യത്തിൽ ഈ കേസുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ലല്ലോ. നിലവിലുള്ള ബോർഡ് വാലിഡ് ആയിട്ടല്ല നോമിനേറ്റ് ചെയ്തത് എന്ന് പറഞ്ഞാണല്ലോ കേസ് വന്നത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ആണ് അതൊക്കെ വാലിഡ് ആക്കേണ്ടത്. കോടതി എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നിലപാട് സ്വീകരിക്കും. ഹൈക്കോടതി വിധിക്കെതിരെ വഖഫ് ബോർഡ് സുപ്രീം കോടതി സമീപിച്ചത് തെറ്റായിപ്പോയി എന്നാണ് പറഞ്ഞത്. അത് ഈ പറഞ്ഞതുപോലെ ഈ 2 മുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്താൻ കാരണമാകുമെന്നാണ് പറഞ്ഞത്. അല്ല, ഈ 2 മുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വഖഫ് നിയമ ഭേദഗതിയാണ്. അത് പാർലമെന്റ് ഓൾറെഡി പാസാക്കിയ നിയമമാണ്. പക്ഷേ അതിനോടുള്ള വിയോജിപ്പിൽ, കാരണം അതിനെതിരെ കേസുണ്ട്, ആ കേസ് തീർപ്പായിട്ടില്ല. നിയമം പാസ്സായിരുന്നു, കേസുണ്ട്. ആ കേസിൽ ചില കാര്യങ്ങൾ സ്ട്രക്ക് ഓഫ് ചെയ്തു. എന്നാൽ ഇക്കാര്യം സ്ട്രക്ക് ഓഫ് ചെയ്തിട്ടില്ല. ചില കാര്യങ്ങൾ സെക്ഷൻ 14 നടപ്പാക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹർജി തള്ളണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സർക്കാർ കോടതി അറിയിച്ചിരിക്കുന്നത് സെക്ഷൻ 14 പ്രകാരമുള്ള മാൻഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടപ്പാക്കാന്നാണ്. ആ മാൻഡേറ്റ് കോടതി പറയും പോലെ ചെയ്യാം എന്ന് പറഞ്ഞാൽ കോടതി പറയട്ടെ. കോടതിയല്ലേ തീരുമാനം എടുക്കേണ്ടത്. ഞങ്ങൾ ഈ നോൺ മുസ്ലിം റെപ്രസെന്റേഷനെ കുറിച്ച് ഞങ്ങൾ അവിടെ ഏജിയോ ഞങ്ങളോ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, ഇതൊക്കെ എല്ലാവർക്കും ബോധ്യമാണ്. ചില ആളുകൾ അത് ബോധ്യപ്പെട്ടില്ല എന്ന് നടിക്കുകയാണ്. ഞങ്ങൾക്ക് അങ്ങനെ പണ്ഡിതന്മാർക്കോ മതസംഘടനകൾക്കോ ന്യായമായ പരാതി ഉണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ നിലപാട് ഞങ്ങൾ അവരെ ബോധ്യപ്പെടും. എല്ലാവരും ബോധ്യപ്പെടും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.